കൊണ്ടുവന്നിട്ടുള്ള എലമെന്റ്സ് ബ്രാൻഡ് 2019 2022 ഇപ്പൊ കഴിഞ്ഞ 2024 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എലമെന്റ്സ് ബ്രാൻഡ്. അപ്പൊ ഈ ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഇന്ന് ഇത്രയും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സൈക്ലോവ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പേരിൽ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഓവുലേഷനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സൈക്ലോവ. അപ്പൊ ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ആധുനിക ജീവിത രീതിയും ആഹാരശൈലിയുടെയും ഭാഗമായിട്ടാണ് ഇന്ന് സ്ത്രീകളിൽ ഇറഗുലർ മെൻസ്ട്രേഷൻ കണ്ടുവരുന്നത്. അപ്പൊ നമ്മളൊരു കോളേജിലെ കുട്ടികളൊക്കെ എടുത്തു നോക്കിയാല് അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്ത്രീകളെ നമ്മൾ എടുത്തു നോക്കിയാല് അല്ലെങ്കിൽ ഒരു സ്കെറ്റോ ഒരു 80 മുതൽ 90% വരെ PCOS പ്രശ്നങ്ങളാണ്. എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്കൊക്കെ ഇതൊരു ഗർഭധാരണത്തെ വരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു എന്താണ് അസുഖം തന്നെ നമ്മ ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താണ് PCOD PCOS പ്രശ്നം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് 3 ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇറഗുലർ മെൻസ്ട്രേഷൻ, പിന്നെ ഒന്ന് ആൻഡ്രോജന്റെ ഹോർമോൺസിന്റെ കൂടിയ അളവ് ശരീരത്തിൽ കൂടി വരുന്നത്, പിന്നെ പോളിസിസ്റ്റിക് ഓവറീസ്. ഇപ്പൊ ഇറഗുലർ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ശരിയായിട്ട് 21 മുതൽ 35 ദിവസത്തിനുള്ളിലാണ് കൃത്യമായിട്ട് പീരിയഡ്സ് നടക്കേണ്ടത്. എന്നാല് 3 മാസം 5 മാസം 6 മാസം വരെയൊക്കെ ഈ പീരിയഡ്സ് നടക്കാണ്ട് ഓരോ മാസത്തിലും പീരിയഡ്സ് കൃത്യമായിട്ട് വരാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇറഗുലർ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സസ് ആയിട്ടുള്ള ആൻഡ്രോജൻ ഹോർമോൺസിന്റെ ഭാഗമായി നമുക്ക് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺസ് കൂടുതലായിട്ട് വരിക, അത് കണ്ടുവരുന്നുണ്ട്. അമിതമായ വണ്ണം കണ്ടുവരുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ടുള്ളതാണ് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത്. ഈ ഓവറീസില് പിന്നെ കുറെ സിസ്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഓവറീസ് എൻഡോമെട്രിയം ബൾക്കി ആയിട്ട് മാറുക. ഈ ഒരു അപ്പൊ ഇനി നമുക്ക് നോക്കാൻ പറ്റും എന്താണ് PCOD, എന്താണ് PCOS. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. PCOD എന്ന് പറഞ്ഞാല് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആണ്, മറ്റേത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഓവറീസിനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇറഗുലർ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന പ്രോപ്പർ ആയിട്ട് ഓവുലേഷൻ നടക്കാതെ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിലും കണ്ടുവരുന്ന പ്രശ്നമാണ് ഇതൊക്കെ തന്നെ. ഈ PCODയിലും PCOSലും ഈ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്താണ് കാര്യമായിട്ട് ഇറഗുലർ മെൻസ്ട്രേഷൻ, ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ നമ്മുടെ ഓവറീസിനെയാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ PCODനെ അപേക്ഷിച്ച് ഈ PCOS കുറച്ച് സിവിയർ കാര്യമാണ്. എന്ന് പറഞ്ഞാല് PCOD പറഞ്ഞാല് രണ്ട് മെറ്റബോളിക് സിൻഡ്രോം ആണ്. ഇത് രണ്ടും നമ്മുടെ നമ്മുടെ സ്ത്രീകളെ ബാധിക്കുന്ന കാര്യമാണ്. എങ്കിലും ഈ PCOS PCOD അപേക്ഷിച്ച് കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഈ PCODയില് ഇമ്മച്ചർ ആയിട്ടുള്ള അഥവാ പാർഷ്യലി മച്ചർ എന്ന് പറഞ്ഞാൽ മച്ചർ ആവാതുള്ള എക്സ് ആണ് കാണുന്നത്. അത് പിന്നീട് നമ്മുടെ ഓവറീസ് കിടന്നിട്ട് സിസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നോക്കിയാൽ ഇറഗുലർ സൈക്കിള്, ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കും, എന്നാണ് നടക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ സ്ത്രീകൾ മെൻസ്ട്രേഷൻ നടക്കും, പക്ഷെ അത് കൃത്യമായ ഒരു ഡേറ്റിൽ വരാതിരിക്കുക, പക്ഷെ വരും. ആ ഒരു അവസ്ഥയാണ് PCOD എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ PCOSൽ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചുകൂടി സിവിയർ ആണ് എന്നുള്ളത്. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് മെയിൽ ഹോർമോൺസ് എന്താന്ന് പറഞ്ഞാല് പിന്നെ പുരുഷ ഹോർമോൺസ് കൂടുതലായിട്ട് കണ്ടുവരാം. അതിനോടനുബന്ധിച്ച് ഹെയർ ഗ്രോത്ത് കൂടുതൽ വരിക, പിന്നെ മുടി കൊഴിച്ചില്, കഴുത്തിൽ കറുപ്പ് നിറം വരിക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട്
കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്നത്തെ ഈ PCOD ആയാലും PCOS ആയാലും ഇത് കണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിത ശൈലിയാണ്. അപ്പൊ ഇന്നത്തെ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അമ്മമാരുടെ കാലഘട്ടമല്ല ഇത്. നമ്മുടെ അമ്മമാരൊക്കെ എന്താണ്, എല്ലാ പണികളും അരയ്ക്കുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്, നിലത്തിരുന്നായിരുന്നു ഭക്ഷണം പാകം ചെയ്തിരുന്നത്, മുറ്റമടിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മളൊക്കെ ഇന്നും അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഒക്കെ വിരൽത്തുമ്പിലാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റാല് എല്ലാം ഒരു വിരലിന്റെ തുമ്പ് കൊണ്ട് ചെയ്യുന്ന പണികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ കാര്യമായിട്ടുള്ള ഒരു വ്യായാമവും നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് എന്താണ് ധാരാളം രോഗങ്ങൾ ഇപ്പൊ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും കണ്ടുവരുന്നുണ്ട് പല രോഗങ്ങളും. അപ്പൊ ഈ PCOD എന്ന അസുഖം സ്ത്രീകൾക്ക് വരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ വ്യായാമമില്ലാത്ത ഒരു ജീവിത രീതി. ഇപ്പൊ നമ്മള് പണ്ടൊന്നുള്ള സ്ത്രീകൾ അങ്ങനെ ജോലിക്കൊന്നും പോല. ഇന്നത്തെ സ്ത്രീകളാണെങ്കിൽ മിക്കവാറും സ്ത്രീകളും ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ്. അപ്പൊ അവര് രാവിലെ എല്ലാം കൂടി വീട്ടിൽ നിന്ന് കഴിച്ച് ഓഫീസിൽ പോയി അവിടെ ഇരിക്കുന്നു, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെന്ന് പറഞ്ഞ് വീട്ടിൽ വരുന്ന് അവർക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഭക്ഷണം, പ്രോട്ടീൻസ് ഒന്നും തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. എന്നാലും നമുക്ക് വായിക്ക് ടേസ്റ്റുള്ള ഭക്ഷണത്തിൽ ഇതില് കുറെ എന്താ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തില് കൂടുതൽ കെമിക്കൽ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. പണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പറമ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇലക്കറികൾ, അത് ഉണ്ടാക്കാനും നമ്മൾ സ്ത്രീകൾ അധ്വാനിക്കായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു അധ്വാനവും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ജീവിത ശൈലി എന്താണ് പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നതിന്റെ, വ്യായാമം ഇല്ലാത്തതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഓവറീസിനും യൂട്രസിനും ഒക്കെ പ്രശ്നങ്ങൾ, പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന മട്ടൺ ആയാലും ചിക്കൻ ആയാലും ഒക്കെ തന്നെ എന്താണ് ഈ ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അത് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറും, നമുക്ക് പല പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം കണ്ടുവരും. അമിതവണ്ണം ഉള്ളവർക്ക് ഉണ്ടാവും, തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക്, പിന്നെ നമ്മുടെ ഈ ഇറഗുലർ പീരിയഡ്സ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ PCODയിലേക്കും PCOSയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നു. പിന്നെ കൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏതൊരാൾക്കും ടെൻഷൻ, ഈ സ്ട്രെസ്, എന്തിനാണെങ്കിലും നമുക്ക് ടെൻഷനാണ്. അപ്പൊ ഈ കൂടിയ അളവിലുള്ള സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ വേണ്ടതിനും വേണ്ട നമ്മള് മരുന്ന് കഴിക്കും. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പിന്നെ എന്താണ് കൂടുതൽ മരുന്നുകളുടെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ PCOD പ്രശ്നങ്ങളൊക്കെ തന്നെ തുടക്കത്തിൽ നമ്മൾ ഇത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇത് സെക്കൻഡ് സ്റ്റേജിലേക്ക് ത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അത് മാരകമായിട്ട് പലതരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സ്റ്റേജ് മാറി സെക്കൻഡ് സ്റ്റേജ് ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഉദാഹരണത്തിനായിട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രസിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ഹൈപ്പർ തൈറോയിഡിസോ, ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 പ്രമേഹോ, ഉറക്കമില്ലാത്ത അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു PCOD ഉള്ള ഒരു സ്ത്രീക്ക് 6 മാസം വരെയൊക്കെ ഈ പീരിയഡ്സ് ഇല്ലാതിരിക്കും. അപ്പൊ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് വരും, കഴുത്തിലെ കറുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിൽ കറുപ്പ് വരും, മുടികൊഴിച്ചിലുണ്ടാവും, അമിതമായ രക്തസമ്മർദ്ദം, പ്രഷറൊക്കെ കൂടുക, പിന്നെ സ്ട്രെസ്, ഇതിന്റെ ഭാഗമായിട്ട് സ്ട്രെസ് കൂടും, സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഇത് വരും. നമുക്ക് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ടും നമുക്ക് സ്ട്രെസ് വരും. ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രമേഹം കൂടി വരുന്ന ഒരു അവസ്ഥ,
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ പ്രമേഹമൊക്കെ നമ്മൾ കൂടുതൽ അളവിൽ നമ്മൾ മരുന്ന് കഴിക്കും. നമ്മൾ പിന്നെ ഇംഗ്ലീഷ് അലോപ്പതി മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കും. അപ്പൊ നമുക്ക് അതിന്റെ സൈഡ് എഫക്റ്റും നമ്മുടെ ശരീരത്തിൽ വരും. അപ്പൊ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ എലമെന്റ്സ് ബ്രാൻഡ് നമുക്ക് സൈക്ലോവ എന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനി എലമെന്റ്സ് ബ്രാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഈ സൈക്ലോവ എന്ന പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ സൈക്ലോവന്റെ ധർമ്മം എന്താന്ന് വെച്ചാല് നമ്മുടെ പീരിയഡ് സൈക്കിള് റെഗുലേറ്റ് ചെയ്ത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഓവുലേഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സൈക്ലോവ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ആയുർവേദ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമ്മുടെ ഔഷധ സസ്യങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് മന്ദാരം എന്ന് പറയുന്നത്. അത് ഈ മന്ദാരം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറയുന്ന ഗ്രന്ഥിജന്യ വികാരങ്ങളെ എന്താ പറയാ ഒഴിവാക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് മന്ദാരം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സിസ്റ്റ് കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലും ചെറിയ കുമിളകള് കണ്ടുവരുന്ന അതാണ് PCOD എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങള് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മന്ദാരം അഥവാ കാഞ്ചനാര എന്ന് പറയുന്നത്. മന്ദാരത്തെ കൂടാതെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ശിഗ്രു, വരുണ, ശിതീഷ എന്നീ 3 ഔഷധങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് തൈറോയിഡിന്റെയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെയും പ്രവർത്തനത്തെ സഹായിക്കുന്നതാണ്. അപ്പൊ തൈറോയിഡ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി സഹായിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ബ്രെയിന് വളരെയധികം പ്രാധാന്യം ഇതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിള്, സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിള് കറക്റ്റ് ചെയ്യുന്നതിന് അഥവാ ഓരോ മാസവും കറക്റ്റ് ഡേറ്റിൽ പീരിയഡ്സ് വരുന്നതിന് ഈ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള ഹോർമോൺസിന്റെ വ്യതിയാനം ഒക്കെ ഈ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഓവറോൾ കൺട്രോള്, നമ്മള് ഈ ഹോർമോൺ ഇംബാലൻസിനൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഔഷധ സസ്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ശിഗ്രു, വരുണ, ശിതീഷ എന്നീ 3 ഔഷധങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ മൃഗകരമായ ഒരു ബന്ധമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനൊരു തൈറോയിഡില് ഈ ഒരു നമ്മുടെ ഈ 3 ഔഷധം ഞാൻ പറഞ്ഞല്ലോ, ശിഗ്രു, വരുണ, ശിതീഷ, അതിന് ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് തൈറോയിഡിന്റെ കാര്യത്തിലും. പിന്നെ മൊത്തത്തിൽ ഒരു മെറ്റബോളിസം നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമാക്കാനും നമ്മുടെ ഈ ഒരു ഔഷധ സസ്യം സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ശുദ്ധ ഗുഗുലു എന്ന് പറയും. അത് വളരെ നമ്മളതിൽ നിർവഹിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാല് ആന്റി ഒബിസിറ്റി ആണ്. പിന്നെ ഹൈപ്പോലിപ്പിഡിമിക് ആണ് ഗുഗുലു എന്ന് പറയുന്നത്. പിന്നെ ലിപ്പിഡിമിക് എന്ന് പറഞ്ഞാല് നമ്മുടെ ലിപ്പിഡ് ലെവല്, കൊളസ്ട്രോള്, ചീത്ത കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ അല്ലെ, ഇതിന്റെ ഒക്കെ ലെവലിനെ കുറച്ച് നിർത്തുന്നതിൽ വളരെ സഹായകമായ ഒരു ഔഷധമാണ് ഈ ഗുൽഗുലു എന്ന് പറയുന്നത്. അത് ആയുർവേദത്തിൽ ഗുഗുലു എന്നും ഇത് പറയപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു എന്നാണ് ശിലാജന്തു അഥവാ കന്മദം. എന്ന് പറഞ്ഞാല് പിന്നെ ഇതില് ഫൽവിക് ഉണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് നമ്മളെ ഇതിലേക്ക് ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ നല്ല രീതിയിൽ നമ്മളെ ശരീരത്തിലാണ്. നമ്മുടെ ഈ പിടിച്ചെടുക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് കന്മദം അഥവാ ശിലാജന്തു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണ്, പിന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണ്, ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഇതിൽ അടങ്ങിയിട്ടുള്ള കന്മദം എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ശുദ്ധ ഹിംഗു അഥവാ അസഫോറ്റിഡ, കായല്ലേ, കായം. ഇത് എന്ന് പറഞ്ഞാല് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് ഈ കായം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജഠരാഗ്നിയെ, നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്
സഹായിക്കുന്നതാണ് ഈ കായ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. പിന്നെ സ്ത്രീകളിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നതാണ് ഈ ഒരു കായം. പിന്നെ നമ്മള് എന്താ പറയാ, മാസം തികയാതെ ഉള്ള പ്രസവമൊക്കെ അല്ലേ, അതിനൊക്കെ ആ സാധ്യതയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് നമ്മുടെ ഈ കായ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള വയറുവേദന, നടുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ കൂടി ഈ ഒരു കായം എന്ന ഇൻഗ്രീഡിയന്റ്. പിന്നെ ഒരു പ്രധാന കണ്ടന്റാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉലുവ നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായ കൊഴുപ്പിനൊക്കെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കൊളസ്ട്രോൾ ലെവലിനെ നോർമൽ ആക്കി നിർത്താൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ മെറ്റബോളിസം, അധിക ഫാറ്റിനെ ഒഴിവാക്കി നമ്മുടെ മെറ്റബോളിസം ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്ന ഉൽപ്പന്നം. നമ്മുടെ വെൽഹാർട്ടിലൊക്കെ സംസ്കരിച്ച ഉലുവ ഒരു പ്രധാന കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ പിന്നെ ബ്ലഡിന്റെ സർക്കുലേഷനൊക്കെ, കൊഴുപ്പിനെ കുറച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അതേ ഒരു തന്നെയാണ് നമ്മുടെ ഉലുവ ഈ ഒരു സൈക്ലോവയിലും ചെയ്യുന്നത്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് ശുദ്ധ കാസിസം. ഇതെന്ന് പറയുന്നത് ഒരു അയൺ സപ്ലിമെന്റാണ്. അപ്പൊ നമ്മുടെ സ്ത്രീകളിൽ പിന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ PCOD, PCOS പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓവർ ബ്ലീഡിങ്ങും പിന്നെ ബ്ലഡിന്റെ കുറവ്, ഓവർ ബ്ലീഡിങ്ങിന് വരുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലഡിന്റെ കുറവൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ അനീമിയ, ബ്ലഡിന്റെ കുറവ് വരുന്ന സമയത്ത് അനീമിയ വരുന്നു. അപ്പൊ ഈ അനീമിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇരുമ്പിന്റെ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഈ ശുദ്ധ കാസിസം ഇതില് ഈ ബ്രാൻഡ് എല്ലാ ഇതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും കണ്ട് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ്, നമ്മുടെ ബ്ലഡ് കുറെ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരം അനീമിക്കാവും. ആ അനീമിക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇതില് ശുദ്ധ കാസിസം അടക്കി ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മള് ഇതില് മറ്റൊരു പ്രധാന കണ്ടന്റാണ് ശതാവരി കിഴങ്ങ് എന്ന് പറയുന്നത്. ഈ ശതാവരി എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ഹോർമോൺ ലെവലിനൊക്കെ ഇംബാലൻസ് ചെയ്ത് നിർത്താൻ, യൂട്രസിനെയും ഒക്കെ ക്ലിയർ ചെയ്യാനും കൂടി ഈ ശതാവരി കിഴങ്ങ് നമ്മുടെ സഹായിക്കുന്നുണ്ട്. പിന്നെ സൈക്ലോവ എന്ന പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു പല രീതിയിലാണ് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്തൊക്കെ പ്രവർത്തന ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. സിസ്റ്റിനെ നല്ല രീതിയിൽ ചുരുക്കി കളയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ആന്റി ഒബിസിറ്റി, നമ്മുടെ ശരീരത്തിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ലിപ്പിഡ് പ്രൊഫൈല്, നമ്മുടെ കൊളസ്ട്രോൾ ലെവലില്ലേ, ചീത്ത കൊളസ്ട്രോള് ഒക്കെ നല്ല കൊളസ്ട്രോളിന്റെ ഒക്കെ ലെവല് നോർമൽ ആക്കി നിർത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ഈസ്ട്രോൺ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ നമ്മുടെ സ്ത്രീകളിലുള്ള ഹോർമോൺസ് ലെവലിനെ ബാലൻസ് ചെയ്ത് നിർത്താനും നമ്മുടെ ഈ ഒരു സൈക്ലോവ എന്ന പ്രൊഡക്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും പ്രൊഡക്റ്റും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ രാവിലെയും രാത്രി 1 or 2 ക്യാപ്സ്യൂൾ വീതം ബാക്കി തന്നെ ഒരുവിധം പ്രൊഡക്റ്റുകൾക്ക് തന്നെ ഭക്ഷണ ശേഷം കഴിക്കേണ്ടതാണ്. കഴിക്കുന്ന പ്രൊഡക്റ്റുകളാണല്ലോ. പിന്നെ ഇത് ഇല്ലാത്ത സ്ത്രീകൾക്ക് നമ്മൾ ഇത് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. എന്താന്ന് പറഞ്ഞാൽ, കാരണം എന്താന്ന് അവർക്ക് ഒന്നുകൂടി ഡയഗ്നോസിസ് ചെയ്തിട്ട് ഓവറീസിലൊക്കെ കുറെ സിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ 6 മാസമോ 8 മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് മെൻസ്ട്രുവൽ സൈക്കിള് ഇല്ലാതെ വരുന്ന ഒരു സ്ത്രീകൾക്ക് നമുക്ക് കൂടുതലായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞാല് ഈ വലിപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് മരുന്ന് ഈ ഒരു സൈക്ലോവ കഴിച്ചിട്ട് 6 മാസമോ തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അപ്പൊ അത് ഇവർക്ക് ഒരു സമയനഷ്ടമായിരിക്കും.
അപ്പൊ സ്ത്രീകൾക്ക് സമയത്തിന് ഭയങ്കര വില ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനൊക്കെ ചെയ്തിട്ട് അതിന്റെ ഈ ഒരു ഇതിന്റെ സീരിയസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ഈ ഡോക്ടർ കൊടുക്കുന്ന മരുന്നിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറയാന്നല്ലാണ്ട് ഇത് കഴിച്ചാൽ മാറും, കഴിച്ചിട്ട് മാറുമെന്ന് നമുക്ക് 100% ഉറപ്പ് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് ഡോക്ടർ കൊടുക്കുന്ന മരുന്നിനോടൊപ്പം നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾ കഴിച്ചോളിന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. എന്താ പറഞ്ഞാല് അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കും എന്ന് പറയുന്നത് ഒരു വെൽനെസ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര റിസ്ക് ഒന്നും നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ പീരിയഡ്സിന്റെ സൈക്കിൾ നോർമൽ ആവും എന്ന് പറഞ്ഞ് നമുക്ക് ഇത് നമ്മൾ ഇങ്ങനത്തെ ഈ സിവിയർ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സൈക്ലോവ കഴിക്കുന്നതോടൊപ്പം തന്നെ ഡയറ്റ് ശ്രദ്ധിക്കാൻ പറയണം. നമ്മുടെ ഭക്ഷണങ്ങൾ എന്താ പറഞ്ഞാൽ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, കൊഴുപ്പടങ്ങിയ ഭക്ഷണം, നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് അധികമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ അരി ഭക്ഷണം, സ്റ്റാർച്ച് അടങ്ങിയ, പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം നമ്മൾ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കുക. പിന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. പിന്നെ ആഴ്ചയിൽ ഒരു അരമണിക്കൂർ വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കുക. അതൊക്കെയാണ് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ മട്ടൺ, ചിക്കൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോർമോൺസ് കുത്തിവെച്ചിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു സൈക്ലോവ സജസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തണം. അപ്പൊ നമ്മള് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ സ്ത്രീകൾ എന്താണ് നമ്മളെ പിന്നെ വൈകിട്ട് കിടന്നുറങ്ങുക, വൈകിട്ട് എഴുന്നേൽക്കുക, രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ട് അങ്ങനെ വൈകിട്ട് എഴുന്നേൽക്കുന്ന ഒരു ശീലം. പിന്നെ വ്യായാമം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശീലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, ആ ഒരു ശീലത്തിലേക്ക് മാറുക. അതാണ് ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്താന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാല് എക്സസൈസിന്റെ കാര്യം, നല്ല രീതിയിലുള്ള എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ സൈക്ലോവ സജസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സൈക്ലോവ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ സൈക്ലോവയുടെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ, സ്ത്രീകളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന നമ്മുടെ വുമൺ കമ്പാനിയൻ. നമ്മുടെ ഇങ്ങനത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അമിതമായ ബ്ലീഡിങ്, പിന്നെ വയറ് വേദന, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ സൈക്ലോവയുടെ കൂടെ നമുക്ക് വുമൺ കമ്പാനിയനും കൂടി കൊടുക്കാൻ പറ്റും. ഈ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്നത് നമ്മുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഈ വുമൺ കമ്പാനിയന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു വുമൺ കമ്പാനിയനും കൂടി നമ്മുടെ സൈക്ലോവേന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മള് പറഞ്ഞാല് കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവർക്ക് ഇത് കഴിക്കേണ്ട രീതിയുടെ കാര്യങ്ങൾ, ഡയറ്റ്, എക്സസൈസ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യങ്ങൾ അത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ ഈ സൈക്ലോവ കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ PCOD ഉണ്ട്, അല്ലെ PCOS പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പീരിയഡ്സ് പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ അത് കൊടുത്തിട്ട് പോരരുത്.
നമ്മളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മള് ഈ ഒരു ഇത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം മാത്രമേ നമുക്ക് കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതിലിപ്പോ ഞാൻ പറഞ്ഞ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എന്റെ മകള് പിന്നെ അവൾക്ക് പീരിയഡ്സ് ആയ സമയം മുതല് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എന്താന്ന് പറഞ്ഞാല് പിന്നെ ഓരോ മാസവും പിന്നെ വേദന കൊണ്ട് എന്താ പറയുക, നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു അന്ന്. എന്നാല് പിന്നെ ഛർദി, വോമിറ്റിങ്, വേദന ഓരോ മാസവും നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസ് കയറ്റുക, അതിൽ കൂടി മരുന്ന് കയറ്റുക, ഒരു വേദനന്റെ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും പറയും പെൺകുട്ടി ചെറിയ മോളാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇംഗ്ലീഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യാ, നമ്മളിത് കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ വേദന കുറയ്ക്കാനുള്ള ഒരു ഇത് ചെയ്യാനാണ് നമ്മളിപ്പോ. അങ്ങനെ കുറെ മാസങ്ങൾ ഞങ്ങള് സമയത്താണ് ഈ സൈക്ലോവന്റെ വുമൺ കമ്പാനിയന്റെ കാര്യം അറിയുന്നത്. അപ്പൊ അങ്ങനെ ഞാനവർക്ക് സൈക്ലോവ കൊടുത്തിട്ടില്ലായിരുന്നു ആദ്യം, ഈ വുമൺ കമ്പാനിയ മാത്രമായിരുന്നു കൊടുത്തത്. തുടർച്ചയായിട്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇന്ന് ഞാൻ സ്കാൻ ചെയ്തപ്പോ ഇത്രയും വലുപ്പമുള്ളൊരു ഫൈബ്രോയിഡ് ആണ്, അപ്പൊ എന്നോട് മെഡിക്കൽ കോളേജ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ സർജറി വേണ്ടി വരും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒപ്പം പറഞ്ഞ് 2 പെൺകുട്ടികളാണ്, പിന്നെ ഭർത്താവുമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്, അപ്പൊ ഞാനിപ്പോ സർജറിക്ക് പോയാൽ എന്താ ചെയ്യാന്നൊന്നും എനിക്ക് അറിയില്ല, എന്റെ കുട്ടികളെ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഇതിൽ ഇങ്ങനെ ഒരു എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നീ അതൊന്ന് കഴിച്ചു നോക്ക്. പിന്നെ പുറപ്പ് ഞാൻ പറയുന്നില്ല, പിന്നെ ഒരു 3 മാസം തുടർച്ചയായിട്ട് ഒന്ന് കഴിച്ചു നോക്കിയതിന് ശേഷം നീ സർജറിക്ക് പോയിക്കോ പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, എന്നാലൊന്ന് കഴിച്ചു നോക്കലേന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്റെ ലീഡേഴ്സിനെ സുകന്യ മേഡത്തിനെയും കൂട്ടി പോയി. അപ്പൊ മേഡം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവര് സൈക്ലോവയും വുമൺ കമ്പാനിയനും വാങ്ങി ഉപയോഗിച്ചു. അങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് സ്കാൻ ചെയ്തപ്പോ അത് 2 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും ഞാനൊരു 2 മാസം കൂടി എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ച് വീണ്ടും സ്കാൻ ചെയ്തപ്പോ 1 ആയിട്ട് കുറഞ്ഞു. അപ്പൊ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച അവര് സ്കാൻ ചെയ്തപ്പോ അങ്ങനെ ഒരു സംഭവം, വീണ്ടും 1 ബോട്ടിലും കൂടി സൈക്ലോവയും 3 ബോട്ടില് വുമൺ കമ്പാനിയനും കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവര് സ്കാൻ ചെയ്ത സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ആ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന സാധനം അവരെ യൂട്രസിൽ ഇല്ല എന്ന് തന്നെ പറയാം, ഇല്ല എന്ന് ആണ് ഈ USG സ്കാനിന്റെ റിപ്പോർട്ടിലുള്ളത്. അപ്പോ അവര് എന്റെ അടുത്ത് കരഞ്ഞാ പറയുന്നത്, വിശേഷിച്ച് നിങ്ങളെ കണ്ടതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ കുട്ടികളും ഞാനും ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഓപ്പറേഷൻ ഒക്കെ ചെയ്താല് എത്ര റെസ്റ്റ് എടുക്കണം, അവളാണ് ആ വീടിന്റെ ഈ കുട്ടികളെയൊക്കെ നോക്കുന്നത്. അപ്പൊ അവള് മെഡിക്കൽ കോളേജിലൊക്കെ പോയി കിടന്നു കഴിഞ്ഞാല്, അല്ലെ സർജറി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 3 മാസമൊക്കെ റെസ്റ്റ് വേണ്ടേ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവള് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഓല് പറയും, എന്തോ ദൈവം കൊണ്ടുവന്നതാണ് നിങ്ങളെ ഈ ഒരു ഇന്ത്യത്ത് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് നിങ്ങളും ഞാനും തമ്മിൽ ഒരു അറിയ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അവരത് വാങ്ങി കഴിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അവർക്ക് ഒരു ഇതുണ്ടാവാൻ മാറ്റിയെടുക്കാൻ പറ്റിയത്. അപ്പൊ അവളിപ്പോ എന്തോ പറയാ, കരയാ ചെയ്യാ കാണുമ്പോ, എന്തായാലും എനിക്ക് ഇങ്ങനെ ഒന്നും പോയല്ലോ എന്നുള്ള. അപ്പൊ എന്നിട്ട് അവളെ 2 കുട്ടികൾക്കും, 2 പെൺകുട്ടികളാണ്, 2 കുട്ടികളും പീരിയഡ്സ് ആയ കുട്ടികളാണ്. അപ്പൊ അവർക്കും വുമൺ കമ്പാനിയൻ എൻ്റെ അടുത്തുനിന്ന് വാങ്ങി കൊടുത്തു. 2 ആൾക്കും 3 ബോട്ടില് വുമൺ കമ്പാനിയൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 6 മാസം കൂടുമ്പോ അങ്ങനെ കൊടുത്തോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് 2 പേർക്കും 3 ബോട്ടില് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് എന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ തന്നെ നമ്മള് സ്ത്രീകൾ ഓരോരുത്തരും നമ്മള് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു USG ഒക്കെ എടുത്ത് നോക്കണം. നമ്മുടെ യൂട്രസിന്റെ ഓവറീസിന്റെ ഒക്കെ സ്ഥിതി എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മളെ വെൽനസ് പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുക. അപ്പൊ സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് ഒക്കെയാണ്. അപ്പൊ അത് എടുത്തു മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ എന്താ പറയാ അതിന്റെ കുറവ് നമുക്ക് മനസ്സിലാക്കാം. അതുള്ളപ്പോ നമുക്കൊന്നും തോന്നൂല. പക്ഷെ അതെന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ ഒരു എന്താ ശരീര ബലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അത് വാങ്ങി കഴിക്കുക. നമ്മുടെ ഓവറീസിനെയും യൂട്രസിനെയും ഒക്കെ സംരക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എല്ലാവർക്കും ഈ ഒരു സൂം മീറ്റിംഗ് കുറെ